നമസ്കാരം കൂട്ടുകാരെ, ആദ്യാദ്യമായി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു സെൽഫ് കെയറിനെ കുറിച്ചാണ്, സെൽഫ് ലവിനെ കുറിച്ചാണ് പറഞ്ഞത്. സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നോക്കിയായിരുന്നു, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് ലവിൻ്റെ അർത്ഥം എന്താണ്, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചായിരുന്നു. നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരാളാണോ? ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മവിശ്വാസം, എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സെൽഫ് ഡിപ്പെൻഡന്റ്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് മാക്സിമം നമ്മൾ ഒരു കാര്യത്തിന് ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതാണ് ഞാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. അത് പണപരമായിട്ടായാലും ശരി, സാമ്പത്തികം, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായാലും ശരി, അല്ലാതെ ശാരീരികമായാലും ശരി, നമ്മൾ മാനസികമായാലും ശരി. ചില ആളുകളോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ വീട്ടിലുള്ള ഒരാളിനോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്, നമ്മളോട് പ്രവർത്തിക്കുന്നതും. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മളുടെ ധൈര്യത്തോടെ നമ്മൾ ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിക്കുമ്പോഴാണ് നമ്മൾ ആത്മവിശ്വാസമുള്ളവരായിട്ട് തീരുന്നത്. മനസ്സിലായോ? അപ്പം സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ആണ് ആദ്യം തുടങ്ങേണ്ടത്. സെൽഫ് ലവിന് ആദ്യം വേണ്ടത് നമുക്ക് ആത്മവിശ്വാസമാണ്. അപ്പം നിങ്ങൾ ആത്മവിശ്വാസം ഉള്ളവരാണോ? അപ്പം നമുക്ക് ആത്മവിശ്വാസം കൂട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട്. നമ്മൾ എന്നെ ഒന്നിനും കൊള്ളിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല, അത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നമുക്ക് പറ്റും, നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റും. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തിയാണ്. വളരെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രമാത്രം വേദന സഹിച്ചാണ്, വേദന അനുഭവിച്ചാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അത് വേറെ ആർക്കെങ്കിലും കഴിയും? ആ സഹനം മാത്രം മതിയല്ലോ നമ്മള് ആത്മവിശ്വാസമുള്ളവരെ. എനിക്കതിന് പറ്റും. നമ്മളിപ്പം ഒരു കുഞ്ഞുണ്ടാവുന്നവർക്ക് നമുക്ക് ആ വേദനയോ കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ നമുക്ക് വീണ്ടും കുഞ്ഞുണ്ടാവുമ്പോഴോ നമുക്ക് ഓർമ്മയുണ്ട് ആ വേദന, ആ സ്ട്രഗിള്. എങ്കിലും നമുക്ക് മനസ്സിൽ ധാരണയുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് ഈ കുഞ്ഞിന് കൂടെ ജന്മം നൽകാൻ എനിക്ക് പറ്റും, അല്ലെ അതുപോലുള്ള കുറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ എനിക്ക് പറ്റും. അതാണ് ആത്മവിശ്വാസം. അപ്പൊ ഈ ആത്മവിശ്വാസം കൂടാൻ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറ്റുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഞാൻ പ്രായോഗികമാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെ പോലെ? ഒരിക്കലും ഇല്ല. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയാലും, നമ്മുടെ വീട്ടുകാരൊക്കെ ആയാലും, നമ്മുടെ മക്കളൊക്കെ ആയാലും തന്നെ നമ്മൾ പറയുന്നുണ്ടെ അവർ കുറച്ച് സഹതപിക്കും. അയ്യോ അമ്മയ്ക്ക് അങ്ങനെയാണോ, അല്ലെങ്കിൽ അയ്യോ നിനക്ക് അങ്ങനെ ആണോ, ഇങ്ങനെ സഹതി. പക്ഷെ നമ്മളെ പോലെ അയ്യോ എനിക്കത് അങ്ങനെ ആണല്ലോ, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ലല്ലോ, അങ്ങനെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഒരു എന്താ പറയുന്നത്, പറ്റുന്നിടത്തോളം നമ്മൾ ജോലിക്ക് പോകാൻ ശ്രമിക്കുക. പിന്നെ ജോലിക്ക് പോകണ്ട, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇക്കണോമിക്കലി സൗണ്ടൊക്കെ ഉള്ളവർക്ക് വിഷയമില്ല. ഞാൻ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞു. ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പർ മിഡിൽ ക്ലാസ് അല്ല, ലോവർ മിഡിൽ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് പൈസ കിട്ടിയ ഒട്ടും മോശമല്ലല്ലേ. നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ വിനിയോഗിക്കാൻ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു എയിം ഉണ്ടാകുക ജീവിതത്തിന്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ കല്യാണം കഴിച്ചിട്ടും അല്ല, അവർക്ക് ജോലിയായി അവർ വേറെ സ്ഥലങ്ങളിൽ പോയി. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ജീവിതത്തിന് വെറുതെ ഈ അടുക്കളയിൽ കിടന്ന് കുറച്ചു നേരം ഭക്ഷണം ഉണ്ടാക്കി എല്ലാം തൂത്തുവാരിയിട്ടു, വീണ്ടും പോയി കുറച്ചു നേരം മൊബൈലിന്റെ മുന്നിൽ നിന്നു, കുറച്ചു നേരം പോയി ടിവിയുടെ മുന്നിൽ നിന്നു, അല്ലെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, പിന്നെ അലസമായിട്ട് എഴുന്നേറ്റ് ചായ കൂടി കഴിഞ്ഞു, പിന്നെ തുണി കഴുകാൻ ചിലവരൊക്കെ തുണി കഴുകുന്ന വൈകുന്നേരം തുണി കഴുകി, പിന്നെ മുറ്റം അടിച്ചു വാരി വിളക്ക് കൊളുത്തി നാമം ചൊല്ലി, അത് കഴിയുന്നുണ്ടെ ഫുഡ് കഴിക്കുന്ന അതുവരെ ടിവിയുടെ മുന്നേ ഇരുന്നു, അല്ലെ യൂട്യൂബിനകത്തിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടു, അതല്ലേ. അങ്ങനെ നമ്മൾ സമയം കളയരുത്, ഒരിക്കലും കളയരുത്. നമ്മുടെ സമയത്തിന് അതിൻ്റെതായിട്ടുള്ള മൂല്യം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ മൂല്യം ഏത് രീതി വിനിയോഗിക്കണം എന്നറിയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ എനിക്ക് ഒന്നിനും തികയുന്നില്ലെന്നുള്ള. കുഞ്ഞുങ്ങളും ഇല്ല, കുഞ്ഞുങ്ങളെ നോക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് 24 മണിക്കൂർ എനിക്ക് ഒന്നിനും ആവുന്നില്ലെന്നാണ്
എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം. കാരണം ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. നിങ്ങളിങ്ങനെ ചെയ്തു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകും. നമുക്ക് എന്ത് വിഷമങ്ങളൊക്കെ ഉണ്ടായാലും വിഷമമില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പൊ ഈ നമ്മളൊക്കെ തന്നെ ഒരു വിഷമത്തിന്റെ ഒരു കൂടാരമാണ്. ഞാൻ ലോവർ മിഡിൽ ക്ലാസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊക്കെ പ്രശ്നങ്ങൾ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു റൂട്ടീൻ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ജോലിക്ക് പോകണ്ടാത്തവരുടെ കാര്യമാണെങ്കിൽ തന്നെ, ജോലിക്ക് പോകേണ്ടവരുടെ കാര്യമാണെങ്കിൽ, ജോലിക്ക് പോകാന്നത് ഒരു ഭയങ്കര രസമാണ് കേട്ടോ. സത്യം പറയാം, നല്ല രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒന്നും അറിയത്തില്ല, മൺഡേ ടു ഫ്രൈഡേ ആവുന്ന എങ്ങനെയാന്ന് പോലും നമുക്ക് അറിയത്തില്ല, അതുപോലെ രസമാണ്. അപ്പം നമ്മൾ ജോലിക്ക് പോകാൻ പറ്റുന്നവർ ജോലിക്ക് പോകാം. അതല്ലാത്തവർ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു ഹോബി നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഒരു നല്ല ഹോബി, ഒന്നെങ്കിലും ഒരു ഗാർഡനിങ്ങിൽ നല്ല ഹോബി. നല്ല ഹോബി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസുഖത്തിനൊക്കെയുള്ള റെമഡിയാന്ന് തന്നെ നമുക്ക് പറയാം ഗാർഡനിങ്. ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, ഒരുപാട് 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 ഇഷ്ടമുള്ളൊരു കാര്യം. ഒരിക്കലും മോൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പം പറയുമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ചെടിയും കുറച്ച് ചട്ടികളും ഒക്കെ വാങ്ങിച്ചെടുത്ത അമ്മ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ അമ്മമാരൊക്കെ ആന്റിമാരൊക്കെ പറയുന്നത് അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വർണമോ അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകാൻ. അതിന് അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊന്നല്ല, അമ്മയ്ക്ക് കുറച്ച് ചെടിച്ചട്ടികളും കുറച്ച് ചെടിയും വാങ്ങിച്ചെടുത്ത അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ മനസ്സ് നിറഞ്ഞു. കാരണം അവന് അത്രയും എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് മനസ്സ് നിറഞ്ഞു എൻ്റെ കുഞ്ഞങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു ഹോബി തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ ചെറിയ സമയത്തെ, നമ്മുടെ ചെറിയ പ്രായത്തിലെ നമ്മൾ പാട്ട് പാടിയിട്ടില്ലേ? ഇല്ലേ? സ്കൂളുകളിലൊക്കെ ലളിതഗാനമൊക്കെ ആയാലും നമ്മൾ സ്റ്റേജിൽ കയറി പറഞ്ഞ് നമുക്ക് ഭയങ്കര വിറയിലൊക്കെ ആയിരുന്നല്ലേ. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ തോന്നുവാണെങ്കിൽ പാടാൻ പറ്റും കേട്ടോ. സ്റ്റാർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആരും അറിയത്തില്ല, നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമുക്കിരുന്ന് പാട്ട് പാടാൻ പറ്റും കേട്ടോ. ആരും കാണത്തുമില്ല കേൾക്കത്തുമില്ല. പക്ഷെ നമ്മളത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ അറിയാത്ത പലരും അത് കാണുകയും കേൾക്കുകയും അതിന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. നമുക്ക് തന്നെ കേൾക്കാമല്ലോ നമ്മൾ പാടിയ പാട്ട്. കുറച്ചു നേരം ആ പാട്ട് നമ്മളൊന്ന് നോക്കണം, എങ്ങനെ അത് പാടിയത്, ഒറിജിനൽ പാട്ട് എങ്ങനെയാ പാടിയെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് പാടാൻ പറ്റും കേട്ടോ. ചില പാട്ടുകൾ മുഴുവനില്ല, കുറച്ച് ലൈൻസേ ഉള്ളൂ, നന്നായിട്ട് നമുക്കത് പാടാൻ പറ്റും. ഞാൻ കുറേ പാട്ടുകൾ പാടി എൻ്റെ സ്റ്റാർ മേക്കർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഓരോരോ നല്ല മുഹൂർത്തങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ TV കാണാറില്ല, സത്യസന്ധമായിട്ട് പറയാം. TV കാണാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുതിലേ തൊട്ട്, അതായത് ഞങ്ങൾ നാഗാലാൻഡിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ വല്യമ്മോന് ഏകദേശം ഒരു 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ ആ സമയം, അന്ന് തൊട്ടേ അവൻ പറയുന്നത് സീരിയൽ കാണരുത്. അങ്ങനെ ഞങ്ങൾ സീരിയലൊന്നും കാണാറില്ലായിരുന്നു. അല്ലാതെ ഈ മ്യൂസിക് പരിപാടിയൊക്കെ കാണുമായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് റിട്ടയർഡായി വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ന്യൂസാണ് ഇഷ്ടം. അതുകൊണ്ട് TV എന്ന പരിപാടി ഞാനത് സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ വിഷയത്തിൽ നിന്ന് കടന്നു പോവല്ലേ ഞാൻ പറഞ്ഞത്. നമുക്ക് ഡെയിലി റൂട്ടീൻ ഉണ്ടാക്കുക, നമുക്കൊരു നല്ല ഒരു നമ്മുടെ ഒരു ഹോബി അത് രൂപപ്പെടുത്തിയെടുക്കുക. നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടി നമ്മുടെ കാലും കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാനോ, നമ്മുടെ മുടിയൊന്ന് വൃത്തിയാക്കാനോ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാൻ ശ്രമിക്കണം. കീറിയതും പറഞ്ഞതും മോശവും കളർ പോയതുമായ ഒരു ഡ്രസ്സ് നമ്മൾ ഇടേണ്ട കാര്യം, നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു 4 ജോഡി ഡ്രസ്സ് ഉണ്ടെങ്കിൽ 1 വർഷം പോകും അല്ലേ, കളർ പോകാതെ. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുക. ജോലിക്കൊന്നും പോകാത്തവരാണ്, ജോലിക്ക് പോകുന്നവരാണ് നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അതൊരു നല്ലൊരു കാര്യം തന്നെ. അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും സമയമൊന്നും വേണ്ട, പ്രായമൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാം. ഡ്രൈവിംഗ് പഠിച്ചൊരു വണ്ടിയൊക്കെ ഓടിച്ച് കൊണ്ടുവന്ന് ഓർത്ത് നോക്കി, നല്ല രസമല്ലേ. അപ്പം സെൽഫ് ലവ്, നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കുക. അതിൻ്റെ ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാവണം. അപ്പം വീഡിയോ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ ആരും കേൾക്കാൻ തയ്യാറാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇവിടെ നിർത്തുവാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.